ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ലേൺ വിത്ത് SRG. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ RRB NTPC എക്സാം 2025. ഇതിൻ്റെ ഭാഗമായി നമ്മുടെ കഴിഞ്ഞ NTPC എക്സാമിന് ചോദിച്ചിട്ടുള്ള സീരീസ് ആണ്. അതിൻ്റെ സീരീസിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ പാർട്ട് 1ഉം പാർട്ട് 2ലും നമ്മൾ 10 ചോദ്യങ്ങൾ വെച്ച് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ. സോ നമ്മൾ ഈ സീരീസിലും അത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. വരുന്ന ദിവസങ്ങളിലും നമുക്ക് ഇതിൻ്റെ കൂടുതൽ ക്വസ്റ്റ്യൻസും പാറ്റേണും ഒക്കെ നമുക്ക് മനസ്സിലാവുന്നതാണ്. സോ ഈ തവണ ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ NTPC എക്സാമിന് ചോദിച്ച പാറ്റേണും അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും നമുക്ക് നോക്കാം. ഓക്കെ, സോ എന്തൊക്കെയാണ് കഴിഞ്ഞ വർഷം ചോദിച്ചത് നമുക്ക് നോക്കാം. ഓക്കെ, അതും സ്ട്രാറ്റജിക്കയുടെ ഭാഗത്ത് നോക്കാം. ഫസ്റ്റ് ചോദ്യം, ദ ഗ്ലോയിങ് സർഫസ് ഓഫ് ദി സൺ ഈസ് കാൾഡ് ഡാഷ്. അത് നമ്മുടെ ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ജോഗ്രഫിക്കൽ ഒരു ടാമാറ്റ് വരുന്ന ഒരു സബ്ജക്റ്റാണ് സോളാർ സിസ്റ്റം. അതിൽ നമ്മുടെ ഏറ്റവും പ്രധാനമാണ് സൺ എന്ന് പറയുമ്പോൾ. നമ്മുടെ സൂര്യന് 4 ലെയറുകളാണ് വരുന്നത്. ഏതൊക്കെയാണെന്നറിയോ? കോറ്, ദെൻ രണ്ടാമത്തെ ലെയർ ഫോട്ടോസ്ഫിയർ, ദെൻ മൂന്നാമത്തെ ലെയർ ക്രോമോസ്ഫിയർ, ദെൻ ഔട്ടർ മോസ്റ്റ് ലെയർ ഏതാണ്? കൊറോണ. ഇങ്ങനെ 4 ലെയറുകളാണ് സണ്ണിന് വരുന്നത് കേട്ടോ. ഇതിൽ നമ്മുടെ ചോദ്യം, സൂര്യൻ്റെ ഗ്ലോയിങ് സർഫസിനെ വിളിക്കുന്ന പേരെന്ത്? ദ ഗ്ലോയിങ് സർഫസ് ഓഫ് ദി സൺ ഈസ് കാൾഡ് ഓപ്ഷൻ സി ഫോട്ടോസ്ഫിയർ. ഫോട്ടോസ്ഫിയർ എന്നാണ് പറയുന്നത്. എന്താണ് സണ്ണിൻ്റെ ഗ്ലോയിങ് സർഫസിനെ വിളിക്കുന്ന പേര്? ദ ഗ്ലോയിങ് സർഫസ് ഓഫ് ദി സൺ ഈസ് കാൾഡ് എന്താണ്? ഫോട്ടോസ്ഫിയർ എന്ന് പറയും കേട്ടോ. സോ സൂര്യന് എത്ര ലെയർ ഉണ്ട്? 4 ലെയർ ഉണ്ട്. ഇതിൽ സൂര്യൻ്റെ ഗ്ലോയിങ് സർഫസിനെ വിളിക്കുന്ന പേര് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? അത് ഫോട്ടോസ്ഫിയർ എന്നാണ്. ഇനി ഇതിൽ സൂര്യൻ്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് കൊറോണ. ഇത് നമുക്ക് ചോദിക്കുന്ന ലെയറാണ്. നമുക്ക് കൊറോണ വിസിബിൾ ആണ് ഏത് സമയത്തെന്നറിയോ? നമ്മുടെ സോളാർ എക്ലിപ്സ് സമയത്ത്, നമ്മുടെ സൂര്യഗ്രഹണ സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന സൂര്യൻ്റെ ലെയറാണ് ഇത്, ഈ കൊറോണ എന്ന് പറയുന്ന പാളി അല്ലേ. നിങ്ങൾ ഗ്രഹണം കണ്ടിട്ടുണ്ടായിരിക്കും. സൂര്യഗ്രഹണം എന്ന് പറഞ്ഞാൽ എന്താ? സൂര്യനെ ചന്ദ്രൻ വന്ന് മറയും അല്ലേ. സൂര്യനെ ചന്ദ്രൻ വന്ന് മറയുകയും അങ്ങനെ നമുക്കിതാ ഈ സൂര്യൻ്റെ ഈ ഒരു വട്ടമായി റിങ്ങായി നമുക്ക് ആരെ കാണാം? സൂര്യനെ കാണാൻ പറ്റും. അതാണ് സൂര്യൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയർ എന്തെന്ന് പറയുന്നത്? കൊറോണ. അത് ഡ്യൂറിങ് എപ്പോഴാണ്? സോളാർ എക്ലിപ്സ് സമയത്താണ് കൊറോണ. അല്ലാതെ നമ്മൾ നോർമലി കാണുന്ന സൂര്യൻ്റെ ലെയർ എന്ന് പറയുന്നത് ഏതാണ്? അത് ഏതാണ്? നമ്മുടെ ഫോട്ടോസ്ഫിയർ ആണ്. നോർമലി നമ്മൾ കാണുന്ന സൂര്യൻ്റെ ലെയർ എന്ന് പറയുമ്പോൾ ഏതാണ്? അത് ഫോട്ടോസ്ഫിയർ ആണ്. സോ ആൻസർ ഏതാണ്? ഫോട്ടോസ്ഫിയർ. ദ ഗ്ലോയിങ് സർഫസ് ഓഫ് ദ സൺ ഈസ് കാൾഡ് എന്താണ്? ഫോട്ടോസ്ഫിയർ. സൂര്യനെ ബന്ധപ്പെട്ട് ധാരാളം ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ NTPC എക്സാമിന് ചോദിച്ചിരുന്നു കേട്ടോ. അത് നമ്മുടെ സൂര്യൻ്റെ ഭൂമിയിലെത്തേണ്ട ടൈം ടേക്കൺ എത്ര നേരമാണ്, എത്ര സമയം കൊണ്ടാണ് സൂര്യൻ്റെ പ്രകാശം ഭൂമിയിലെത്തുന്നത്? എത്രയാ? 500 സെക്കൻഡ്സ് അല്ലേ. അതായത് 8 മിനിറ്റ് 20 സെക്കൻഡ്. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. അതുപോലെ തന്നെ നമ്മുടെ സൂര്യനും ഭൂമിയും തമ്മിലുള്ള ഡിസ്റ്റൻസ്, സൂര്യനും ഭൂമിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? സൂര്യനും ഭൂമിയും തമ്മിൽ ഒരു ആവറേജ് ഡിസ്റ്റൻസ് പറഞ്ഞാൽ 150 മില്യൺ കിലോമീറ്റർ ആണ് കേട്ടോ. എത്രയാണ്? 150 മില്യൺ കിലോമീറ്റർ ആണ് ഒരു ആവറേജ്. അതിൽ തന്നെ സൂര്യനും ഭൂമിയും ഏറ്റവും അടുത്തായി വരുന്നത്, ഏകദേശം അടുത്തായി വരുന്നത് 147.5 മില്യൺ കിലോമീറ്റർ ആണ് കേട്ടോ. അതാണ് നമ്മുടെ പെരിഹീലിയൻ ഡേ എന്ന് പറയുന്നത്. പെരിഹീലിയൻ ഡേ അല്ലെ. എന്നാണ്? ജനുവരി 3-ാം തീയതി അല്ലെ. സൂര്യനും ഭൂമിയും ഏറ്റവും ക്ലോസ് ഡിസ്റ്റൻസ് പറഞ്ഞത് 147.5. അതുപോലെ സൂര്യനും ഭൂമിയും ഏറ്റവും അകന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് പറഞ്ഞാൽ 152.5 മില്യൺ കിലോമീറ്റർ. അതാണ് അപ്ഹീലിയൻ ഡേ അല്ലെ. അപ്ഹീലിയൻ ഡേ എന്ന ജൂലൈ 4-ന് അല്ലെ. ഇതും കഴിഞ്ഞ വർഷം ചോദിച്ചൊരു ചോദ്യമായിരുന്നു, പെരിഹീലിയനും അപ്ഹീലിയനും ബന്ധപ്പെട്ട്. സോ സൂര്യനെ ബന്ധപ്പെട്ട് നമുക്ക് സ്ഥിരമായ എക്സാമിന് എന്ത് ചെയ്യുന്നുണ്ട്? ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സോ നോക്കിയിട്ട് പോകേണ്ട ഒരു ഭാഗമാണ് സണ്ണിൻ്റെ ഭാഗം. ഓക്കെ, ദെൻ അടുത്ത രണ്ടാമത്തെ ചോദ്യം പോയല്ലോ. രണ്ടാമത്തെ ചോദ്യം, പാമ്പ, സ്റ്റെപ്പി, സവന്ന ആർ ആൾ നെയിം ഓഫ് ഡാഷ്. ഇതും കഴിഞ്ഞ എക്സാമിന് ഒരു 3-4 പേർക്ക് ഇതൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ഗ്രാസ് ലാൻഡ്സ്. ഓപ്ഷൻ ഡി ഗ്രാസ് ലാൻഡ്സ് ആണ്. ഈ പാമ്പാസും സ്റ്റെപ്പിയും സവന്ന എന്നൊക്കെ പറയുന്നത് ലോകത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് ഗ്രാസ് ലാൻഡ്സുകളാണ്. ഓക്കെ, സോ ഇത് പ്രധാനപ്പെട്ടാണ്. ഇതൊരു ഏകദേശം ഒരു കുറച്ച് ഗ്രാസ് ലാൻഡ്സുകൾ കൃത്യമായി പഠിച്ചു വെച്ചെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും. ഇനി ഈ ക്വസ്റ്റ്യൻ എങ്ങനെ വേറെ രീതിയിൽ ചോദിക്കാൻ ചോദിച്ചാൽ, പാമ്പാസ് എവിടത്തെ ഗ്രാസ് ലാൻഡാണ്? സ്റ്റെപ്പി എവിടത്തെ ഗ്രാസ് ലാൻഡാണ്? സവൻ എവിടത്തെ ഗ്രാസ് ലാൻഡ്? ഏത് കോണ്ടിനെൻറ്റ്? പാമ്പാസ് വരുന്നത് സൗത്ത് അമേരിക്കയിലാണ്. സൗത്ത് അമേരിക്കയിലെ ഒരു ഗ്രാസ് ലാൻഡാണ് പാമ്പാസ്.
സ്റ്റെപ്പി നമ്മുടെ യൂറോപ്പിലും അതുപോലെ ഏഷ്യയിലും കേട്ടോ, യൂറോപ്പിലും ഏഷ്യയിലും കാണപ്പെടുന്ന ഗ്രാസ് ലാൻഡാണ് സ്റ്റെപ്പി. സവന്ന ആഫ്രിക്കയിലാണ്. ആഫ്രിക്കൻ കോണ്ടിനെന്റിൽ കാണുന്ന ഗ്രാസ് ലാൻഡ് സവന്ന. ആഫ്രിക്കയിൽ ഒരു ഗ്രാസ് ലാൻഡ് ഉണ്ട്, സവന്നയും ഉണ്ട്, വേറെ ഒന്നാണ് വെൽഡ് എന്നൊരു ഗ്രാസ് ലാൻഡ്. വെൽഡ് ആഫ്രിക്കയിൽ കാണുന്ന 2 ഗ്രാസ് ലാൻഡാണ്, ഒന്ന് സവന്നയും 2 വെൽഡും കേട്ടോ. പിന്നെ ഒന്നാണ് പ്രയറി ഗ്രാസ് ലാൻഡ്സ്. ഇത് നോർത്ത് അമേരിക്കയിലാണ് കേട്ടോ. നമ്മൾ സൗത്ത് അമേരിക്കയിൽ കണ്ടതാ. സൗത്ത് അമേരിക്കയിൽ ആരാ? പാമ്പാസ് ആണ് സൗത്ത് അമേരിക്ക. നോർത്ത് അമേരിക്കയിൽ കാണുന്ന ഗ്രാസ് ലാൻഡ്സ് ആണ് പ്രയറി. പിന്നെ എന്താണ് ഡൗൺസ് ഓസ്ട്രേലിയ. നമ്മുടെ ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഗ്രാസ് ലാൻഡ്സ് ആണ് ഡൗൺസ് എന്ന് പറയുന്നത്. ഡൗൺസ് ഗ്രാസ് ലാൻഡ് കേട്ടോ, ഡൗൺസ്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇത് സ്ഥിരമായി ചോദിക്കാറുണ്ട് കേട്ടോ. ഇങ്ങനെ ചോദിക്കും, പ്രയറി ഏത്, അല്ലെങ്കിൽ നോർത്ത് അമേരിക്കയിലെ ഗ്രാസ് ലാൻഡ്സിൻ്റെ പേരെന്നൊക്കെ പറഞ്ഞ് ചോദിക്കും കേട്ടോ. ഇതല്ല, ഒരു ഗ്രാസ് ലാൻഡ് പറഞ്ഞു തരാം. വേറൊരു ഗ്രാസ് ലാൻഡ് ഉണ്ട് കേട്ടോ, കാംബോസ്. ഇതും ചോദിക്കും. ഇത് നമ്മുടെ ബ്രസീലിൽ കാണപ്പെടുന്ന ഒരു ഗ്രാസ് ലാൻഡാണ്. ഇത് പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ. കാരണം ഈ ബ്രസീൽ നമുക്കറിയാം ഏത് കോണ്ടിനെൻ്റാണ്? സൗത്ത് അമേരിക്കൻ കോണ്ടിനെൻ്റ് ആണ് അല്ലേ. സൗത്ത് അമേരിക്കയിൽ നമുക്കറിയാം പാമ്പാസ് ആണ്. പക്ഷേ ബ്രസീലിൽ മാത്രം ഒരു പ്രത്യേക ഗ്രാസ് ലാൻഡ് ഉണ്ട്. അതാണ് ആര്? കാംബോസ് എന്ന് പറയുന്ന ഒരു ഗ്രാസ് ലാൻഡ് എവിടെയുണ്ട്? ബ്രസീലിലുണ്ട്. സോ അതുകൊണ്ട് ഈ പേര് കൃത്യമായി പഠിച്ചു വെക്കുക. ഇതിൽ നിന്ന് ഉറപ്പായിട്ടും എക്സാമിന് എന്ത് ചെയ്യും? NTPC എക്സാമിന് ക്വസ്റ്റ്യൻ വരും. അത് നിങ്ങൾക്ക് വരാൻ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. ഉറപ്പായിട്ടും ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഗ്രാസ് ലാൻഡ്സ്. ഈ ഗ്രാസ് ലാൻഡിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും കാണും. ഓക്കെ, അടുത്ത ചോദ്യം, കുന ഈസ് ദി കറൻസി ഓഫ് വിച്ച് ഓഫ് ദി ഫോളോയിങ് കൺട്രി. ഇത് ധാരാളം ക്വസ്റ്റ്യൻസ് ഇത് ചോദിച്ചോട്ടെ. കഴിഞ്ഞ NTPC എക്സാമിന് നമ്മുടെ രാജ്യങ്ങളുടെ പല രാജ്യങ്ങളുടെ കറൻസിയും ക്യാപിറ്റലും കേട്ടോ. സോ കൃത്യമായി പഠിച്ചുക. മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ രാജ്യങ്ങളുടെ ക്യാപിറ്റൽസും ആൻഡ് കറൻസിയും കേട്ടോ. ഏകദേശം കുറച്ച് ആളുകൾക്ക് ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ക്യാപിറ്റൽസും കറൻസിയും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഈ വർഷം അതുകൊണ്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ വർഷം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, കുന ഏത് രാജ്യത്തിൻ്റെ കറൻസിയാണ്? കുന വരുന്നത് ഓപ്ഷൻ എ ക്രൊയേഷ്യയുടെ കറൻസിയാണ് ഏത്? കുന എന്ന് പറയുന്നത് കേട്ടോ. ക്രൊയേഷ്യയുടെ കറൻസിയാണ് ഏത്? കുന. ഓക്കെ, ദെൻ അടുത്ത ഓപ്ഷൻ ഏതാ? അടുത്ത ഓപ്ഷൻ UAE അല്ലേ. നമ്മുടെ UAEയുടെ കറൻസി. ഇവിടെ കറൻസി ഏതാ? അത് ദർഹമാണ് അല്ലേ. ദർഹമാണ് UAE. പിന്നെ കെനിയ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കെനിയ ഞാൻ ഇതിനു മുമ്പ് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അത് ഷില്ലിംഗ് ആണ് കെനിയയുടെ. സുഡാൻ്റെ അത് സുഡാനീസ് പൗണ്ടാണ്. സുഡാനീസ് പൗണ്ടാണ് ആരുടെ? സുഡാൻ്റെ എന്തെന്ന് പറയുന്നത് കറൻസി. സുഡാൻ്റെ കറൻസി എന്താണ്? സുഡാനീസ് പൗണ്ട്. പിന്നെ നമ്മുടെ അയൽ രാജ്യങ്ങളിൽ നിന്നും കറൻസി ചോദിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പം റുപ്പീസ്, ഇപ്പം പാകിസ്ഥാൻ നോക്കിയാലും ശ്രീലങ്ക നോക്കിയാലും ദെൻ നേപ്പാൾ, ഇതെല്ലാം എന്താ? റുപ്പിയാണ്. പാകിസ്ഥാനി റുപ്പി, ശ്രീലങ്കൻ റുപ്പി, നേപ്പാളിസ് റുപ്പി. അതുപോലെ ചോദിക്കും ഭൂട്ടാൻ്റെ കറൻസി എന്താണ്? ഇത് ചോദിക്കും കേട്ടോ. ഭൂട്ടാൻ്റെ അത് നൾട്രമാണ്. N സൈലന്റ് ആണ്, നൾട്രം. ചോദിക്കും കേട്ടോ. ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ളൊരു കറൻസിയാണ് ഭൂട്ടാൻ്റെ കറൻസി. ഏതാണ്? നൾട്രം. അതുപോലെയാണ് ബംഗ്ലാദേശിൻ്റെ കറൻസിയും ചോദിക്കും. ബംഗ്ലാദേശിൻ്റെ കറൻസി എന്താണ്? ബംഗ്ലാദേശിൻ്റെ ടാക്കയാണ്. ടാക്ക, ക്യാപിറ്റൽ ധാക്ക, കറൻസി ടാക്ക. പിന്നെ അഫ്ഗാൻ്റെ അത് അഫ്ഗാനിയാണ്, അഫ്ഗാനിസ്ഥാൻ്റെ. ചൈനയുടെ ചോദിക്കും കേട്ടോ. ചൈനയുടേത് ചൈനീസ് യുവൻ ആണ് കേട്ടോ. ചൈനീസ് യുവൻ കേട്ടോ. ചൈനീസ് യുവൻ കേട്ടോ. അല്ലെങ്കിൽ ഇതിന് വേറൊരു പേരാണ് റൺമിൻബി കേട്ടോ. റൺമിൻബി കേട്ടോ. ചൈനീസ് റൺബി അല്ലെങ്കിൽ ചൈനീസ് യുവാൻ എന്ന് പറയും. ചൈനീസിന്റെ കറൻസിയാണ് റൺമിൻബി കേട്ടോ. ചൈനയുടെ എന്താണ്? കറൻസി. സോ നമ്മൾ അയൽരാജ്യമായതുകൊണ്ടാണ് അവരെ ഞാൻ നോട്ട് ചെയ്തത് കേട്ടോ. അയൽരാജ്യവും ചോദിക്കും, അല്ലാതെ എന്താണ് പല രാജ്യങ്ങളുടെയും കറൻസി എന്ത് ചെയ്തിട്ടുണ്ട്? എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സോ നിങ്ങൾ കറൻസി കൃത്യമായി പഠിച്ചു വയ്ക്കുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ബ്രസീലിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഏതാണ്? സോ
ഇതും ചോദിച്ചൊരു പാറ്റേൺ ചോദ്യമാണ്. ലാംഗ്വേജസ് ഇതിപ്പോൾ നമുക്ക് ബ്രസീൽ എന്ന് പറയാനുള്ള പരിചയമുള്ള രാജ്യമാണ്, അതുകൊണ്ടാണ് ചോദിച്ചത്. ഓപ്ഷൻ നോക്കടാ, ഇറ്റാലിയൻ, ജർമ്മൻ, ബ്രസീലി. ഇത് നമ്മളെ തെറ്റിക്കാണ്ടിട്ടൊരു ഓപ്ഷനാണ് കേട്ടോ. കാരണം ബ്രസീലിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് പോർച്ചുഗീസ് ആണ് കേട്ടോ. ഇമ്പോർട്ടൻ്റാണ് കാരണം നല്ലൊരു ചോദ്യമാണ്. കാരണം നമുക്കിത് അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ബ്രസീൽ കുത്തു അല്ലേ. ഇത് ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ബ്രസീൽ ഏതാണ്, നമ്മൾ ബ്രസീലേ കുത്തു. പക്ഷേ ബ്രസീലിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഏതാണ്, പോർച്ചുഗീസാണ്. ഏതാണ്, പോർച്ചുഗീസാണ് ബ്രസീലിൻ്റെ എന്താണ് ഒഫീഷ്യൽ ലാംഗ്വേജ് കേട്ടോ. നല്ല ചോദ്യമായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിച്ചതാണ് കൂടുതലും നമ്മുടെ അയൽ രാജ്യത്തിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് അവർ ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലാതെ അവർ ചോദിച്ചത് വേറെ രാജ്യം, ബാക്കി ചോദിച്ചെല്ലാം അയൽ രാജ്യം. നമ്മുടെ അയൽ രാജ്യത്തിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് അറിയൂടാ, എന്താണ് പാകിസ്ഥാൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷും ഉറുദു അല്ലേ, ഇംഗ്ലീഷും ഉറുദു. അഫ്ഗാനിസ്ഥാൻ ആണെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ചോദിച്ചായിരുന്നു കേട്ടോ, കഴിഞ്ഞ വർഷത്തെ NTPSC ചോദിച്ചു. അഫ്ഗാനിസ്ഥാൻ്റെ ഡാറിയും പാസ്തോയും അഫ്ഗാനിസ്ഥാൻ. പിന്നെ ചൈനയുടെ എന്താണ്, ചൈനീസ് മാൻഡറിൻ കേട്ടോ. ദെൻ ഭൂട്ടാൻ്റെതും ചോദിക്കുന്നതാണ്. ഭൂട്ടാൻ്റെത് സോങ്കയ, ഇസഡ് സൈലൻ്റ് ആണ്, സോങ്ക ഭൂട്ടാൻ്റെ. നേപ്പാളിൻ്റെത് നേപ്പാളീസ്. അതുപോലെ ബംഗ്ലാദേശിൻ്റെ എന്താ ബംഗ്ല. പിന്നെ ചോദിച്ചു സിംഹല, ആരുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്, സിംഹല ശ്രീലങ്കയാണ് അല്ലേ. നമ്മുടെ ശ്രീലങ്കയിൽ 2 ഉണ്ട്, സിംഹലയും ഉണ്ട്, പിന്നെ തമിഴും ഉണ്ട്. തമിഴ് ഇത് ചോദിച്ചിട്ടുണ്ട്, കഴിഞ്ഞ വർഷത്തെ ചോദ്യം ശ്രീലങ്കയുടെ ചോദിച്ചു. പിന്നെ മാൽദീവ്സിൻ്റെ ചോദിച്ചൊരു ചോദ്യമാണ്. മാൽദീവ്സിൻ്റെത് ദവഹിയാണ് കേട്ടോ. ദവഹിയാണ് മാൽദീവ്സിൻ്റെ എന്താണ് ഒഫീഷ്യൽ ലാംഗ്വേജ് കേട്ടോ. മാൽദീവ്സിൻ്റെ എന്താണ് ഒഫീഷ്യൽ ലാംഗ്വേജ് എന്താണ്, ദവഹിയാണ് മാൽദീവ്സിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് കേട്ടോ. ഇതാണ് സ്പെല്ലിംഗ്, DHIVEHI. ദവഹിയാണ് മാൽദീവ്സിൻ്റെ എന്താണ് ഒഫീഷ്യൽ ലാംഗ്വേജ്. പിന്നെ മ്യാൻമറിൻ്റെ ബർമീസ് കേട്ടോ. ഇത് കഴിഞ്ഞ NTPSC ചോദിച്ചു, ഈ വർഷവും ചോദിക്കും. ഈ ലാംഗ്വേജ് ഒഫീഷ്യൽ ലാംഗ്വേജ് റയറായിട്ടാണ് ബ്രസീലിൻ്റെ ചോദിച്ചത്. ബാക്കി എല്ലാ ചോദ്യവും പക്ഷേ ഒരു 10-12 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഈ ടൈപ്പ് തന്നെ ഒഫീഷ്യൽ ലാംഗ്വേജ്. ബാക്കിയെല്ലാം നമ്മുടെ അയൽ രാജ്യമായിരുന്നു. ബ്രസീൽ മാത്രമാണ് റയറായി ചോദിച്ചത്, അതുകൊണ്ടാണ് ഞാൻ ബ്രസീൽ എടുത്തത്. കാരണം ബ്രസീൽ നമുക്ക് തെറ്റിക്കാൻ വേണ്ടി ഒരു ചോദ്യമായിരുന്നു. കാരണം ബ്രസീലിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ബ്രസീലി അല്ല, പോർച്ചുഗീസാണ്. ദെൻ അടുത്ത ദിവസത്തിലോട്ട് പോയാലോ. അടുത്ത ചോദ്യം, വെസ്റ്റ് ബംഗാൾ ഷെയർസ് ദി ബോർഡർ വിത്ത് ഹൗ മെനി കൺട്രി. നമ്മുടെ ഇന്ത്യയുടെ മാപ്പിൽ നിന്ന് കുറേ ടൈപ്പ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കേട്ടോ. നമ്മുടെ സ്റ്റേറ്റ് ഒക്കെ ആയിരുന്നു റിലേറ്റ് ചെയ്ത് ചോദിച്ചത്. ഈ പർട്ടിക്കുലർ സ്റ്റേറ്റ് ഏത് രാജ്യങ്ങളുമായിട്ട് ബൗണ്ടറി ഉണ്ട്, എത്ര രാജ്യമായിട്ട് ബൗണ്ടറി ഉണ്ട്, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സോ മാപ്പ് റീഡിങ്, ഇന്ത്യയുടെ മാപ്പ് നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക, ഏതൊക്കെ സ്റ്റേറ്റ് എവിടെയൊക്കെയാണെന്നുള്ള. സോ ഇപ്പോൾ വെസ്റ്റ് ബംഗാൾ എത്ര സ്റ്റേറ്റുമായിട്ടാണ് ബൗണ്ടറി ഉള്ള നമുക്കറിയാം. വെസ്റ്റ് ബംഗാൾ ബോർഡർ വരുന്നത് ഒന്ന് ബംഗ്ലാദേശ് അല്ലേ, പിന്നെ ഒന്ന് നേപ്പാൾ, പിന്നെ ഒന്ന് ഭൂട്ടാൻ. 3 രാജ്യം. സോ ആൻസർ ഏതാ, ഓപ്ഷൻ ഡി അല്ലേ. സിമ്പിൾ ചോദ്യമാണ് അല്ലേ, സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. പക്ഷേ സിമ്പിൾ ആണെങ്കിലും നമുക്ക് മാപ്പ് അറിയെങ്കിൽ മാത്രമേ ഇത് സിമ്പിൾ ആവത്തുള്ളൂ. സോ കൃത്യമായും പഠിച്ചിരിക്കുക. 3 രാജ്യങ്ങളുമായിട്ടാണ് ബംഗ്ലാദേശിന് ബൗണ്ടറി വരുന്നത്. അതും ഏതൊക്കെ രാജ്യം, ചിലപ്പോൾ ഇനി അടുത്ത് ചോദിക്കാൻ നമ്മളത് വെസ്റ്റ് ബംഗാൾ ഏതൊക്കെ ഏതൊക്കെ രാജ്യവുമായിട്ടാണ് ബൗണ്ടറി വരുന്നത്. ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ, ഈ 3 രാജ്യവുമായിട്ടാണ് വെസ്റ്റ് ബംഗാളിന് എന്ത് വരുന്നത്, ബൗണ്ടറി ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്ത ദിവസത്തിലോട്ട് പോയാലോ. അടുത്ത ചോദ്യം, ജയഗ്വാഡി ഡാം ഈസ് ദി ലാർജസ്റ്റ് ഇറിഗേഷൻ പ്രോജക്റ്റ് ഈസ് സിറ്റുവേറ്റഡ് ഓൺ വിച്ച് റിവർ. ഏത് നദിയിലാണ്. സോ നമ്മൾ ആ റിവർ സിസ്റ്റത്തിൽ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ജയഗ്വാഡി ഡാം നമ്മുടെ ഗോദാവരി അല്ലേ, നമ്മുടെ മഹാരാഷ്ട്രയിൽ ഗോദാവരി നദിയിൽ വരുന്ന ഒരു ഡാമാണ് ഏത്, ജയഗ്വാഡി ഡാം. ഡാംസ് ഇൻ ഇന്ത്യ ഒരുപാട് പേർക്ക് ഷിഫ്റ്റിൽ ചോദിച്ചതായിരുന്നു കഴിഞ്ഞ NTPSCക്ക്. ഡാംസ് ഇൻ ഇന്ത്യയിലെ ഡാമുകൾ. സോ ഞാൻ നിങ്ങൾക്ക് പെനിൻസുലാർ റിവേഴ്സിൻ്റെ 2 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ആ 2 വീഡിയോയിലും പെനിൻസുലാറിലുള്ള പ്രധാനപ്പെട്ട ഡാമുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പരിചയപ്പെടാൻ പറ്റുന്നതാണ്. സോ ആ വീഡിയോ കണ്ടാൽ തന്നെ ഒട്ടുമിക്ക എല്ലാ പ്രധാനപ്പെട്ട ഡാമും അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. സോ ജയഗ്വാഡി, മഹാരാഷ്ട്ര, വിച്ച് റിവർ, ഗോദാവരി. ഓക്കെ, ദെൻ അടുത്ത ദിവസത്തിലോട്ട് പോയാലോ. അടുത്ത ചോദ്യം, മധുരൈ സിറ്റി ഈസ് സിറ്റുവേറ്റഡ് ഓൺ ദ ബാങ്ക്സ് ഓഫ്. മധുരൈ എന്ന് പറയുന്നത് നമുക്ക് ഈ മധുരയാണ്, മധുര എവിടെ, നമ്മുടെ തമിഴ്നാട്ടിൽ അല്ലേ. നമ്മുടെ പാണ്ഡ്യസിൻ്റെ ക്യാപിറ്റൽ
പാണ്ഡ്യന്മാരുടെ ക്യാപിറ്റൽ മധുര മീനാക്ഷി ടെമ്പിൾ ഒക്കെ അല്ലേ, അത് ഏത് റിവർ? ഓൺ ദ ബാങ്ക്സ് ഓഫ് വൈഗൈ നദിക്കരയിൽ കേട്ടാ. മധുര ഇരിക്കുന്നത് തമിഴ്നാട്ടിലെ വൈഗൈ നദിക്കരയിലാണ് ആരിയിരിക്കുന്നത്? മധുര സിറ്റി സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. മധുര സിറ്റുവേറ്റഡ് ഓൺ ദ ബാങ്ക്സ് ഓഫ് വിച്ച് റിവർ ഏത് നദിക്കരയിലടാ മധുര ഇരിക്കുന്നത്? വൈഗൈ നദിക്കരയിലാണ് മധുരൈ സിറ്റി സ്ഥിതി ചെയ്യുന്നത്. മധുര എന്ന് പറയുന്നത് നമ്മുടെ പഴയ പാണ്ഡ്യ രാജാക്കന്മാരുടെ ക്യാപിറ്റൽ കൂടിയാണ് അല്ലേ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ. അടുത്ത ചോദ്യം, ഹു ഇസ് ദി ഓഥർ ഓഫ് ദി ബുക്ക് ടൈറ്റിൽ ഡ്രീംസ് ഫ്രം മൈ ഫാദർ? ആരുടെ ബുക്കാണ് ഡ്രീംസ് ഫ്രം മൈ ഫാദർ എന്ന് പറയുന്നത്? സോ ഒരു ഇമ്പോർട്ടൻ്റ് ബുക്കാണ് ഡ്രീംസ് ഫ്രം മൈ ഫാദർ. ആരുടെ ബുക്ക് എന്നറിയോ? ഡ്രീംസ് ഫ്രം മൈ ഫാദർ, അത് ഓപ്ഷൻ സി, നമ്മുടെ ബാരക് ഒബാമ, നമ്മുടെ ഒബാമയുടെ ബുക്കാണ് കേട്ടോ. സോ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലേ പറഞ്ഞിട്ടുണ്ട്, ബുക്സ് ആൻഡ് ഓതേഴ്സ് ചോദിക്കാറുണ്ട്. സോ ഇന്ത്യൻ ഫ്രീഡം ഫൈറ്റേഴ്സ്, അതുപോലെ ഇന്ത്യൻ പ്രധാനപ്പെട്ട ആൾക്കാർ, അതുപോലെ വേൾഡും ഉണ്ട്. അപ്പോൾ ബാരക് ഒബാമ എന്ന് പറയുന്നത് നമുക്കറിയാം വേൾഡിലെ ഫേമസ് എന്താണ് പൊളിറ്റീഷ്യനാണ്. സോ അദ്ദേഹത്തിൻ്റെ ബുക്കും ചോദിച്ചിട്ടുണ്ട് ബാരക് ഒബാമ. അതുപോലെ ഇതിലിപ്പം ബാക്കി ഓപ്ഷൻസിലുള്ള ആൾക്കാരുടെ ബുക്സ് നോക്കുക. നെൽസൺ മണ്ടേല, അത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നെൽസൺ മണ്ടേലയുടെ ഒരു പ്രധാനപ്പെട്ട ബുക്കാണ് ലോങ് വാക്ക് ടു ഫ്രീഡം. ഒരു ഇമ്പോർട്ടൻറ്റ് ബുക്കാണ് നെൽസൺ മണ്ടേലയുടെ ബുക്ക്, നല്ല ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ബുക്കാണ് ലോങ് വാക്ക് ടു ഫ്രീഡം. അതുപോലെ ടോണി ബ്ലെയറിൻ്റെ ബുക്കാണ് എ ജേണി മൈ പൊളിറ്റിക്കൽ ലൈഫ്. ആരുടെ? ടോണി ബ്ലെയറിൻ്റെ ബുക്കാണ് എ ജേണി മൈ പൊളിറ്റിക്കൽ ലൈഫ്. അതുപോലെ നമ്മുടെ ഡൊണാൾഡ് ട്രംപ് അല്ലേ, നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ആണ്. സോ അദ്ദേഹത്തിൻ്റെ ബുക്ക് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ബുക്കാണ് ഗ്രേറ്റ് അഗെയിൻ ഹൗ ടു ഫിക്സ് അവർ ക്രിപ്പിൾഡ് അമേരിക്ക കേട്ടാ. ഗ്രേറ്റ് അഗെയിൻ ഹൗ ടു ഫിക്സ് അവർ ക്രിപ്പിൾഡ് അമേരിക്ക. അവരുടെ ബുക്കാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ബുക്കാണ്. സോ ഈ ബുക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, കാരണം അമേരിക്കൻ പ്രസിഡന്റ് അദ്ദേഹം തിരിച്ചും വന്നു അല്ലേ. സോ അതുകൊണ്ട് ഈ വർഷം ചോദിക്കാനും ചാൻസ് ഉണ്ട് ആളുടെ ബുക്ക്, ഡൊണാൾഡ് ട്രംപിൻ്റെ ബുക്ക് കേട്ടോ. ഗ്രേറ്റ് അഗെയിൻ ഹൗ ടു ഫിക്സ് അവർ ക്രിപ്പിൾഡ് അമേരിക്ക. ആരുടെ ബുക്കെന്ന് ചോദിച്ചാൽ ആരുടെ ബുക്കാണ്? ഡൊണാൾഡ് ട്രംപിൻ്റെ ബുക്കാണ്. ഓക്കെ, ദെൻ അടുത്ത ദിവസത്തിലോട്ട് പോയാലോ. അടുത്ത ചോദ്യം, വൈശാഖി ഫെസ്റ്റിവൽ ഈ സെലിബ്രേറ്റഡ് ഇൻ ദ മന്ത് ഓഫ് ഡാഷ് ഇൻ ഇന്ത്യ. ഫെസ്റ്റിവൽസ് ഇൻ ഇന്ത്യ അല്ലേ ചാപ്റ്റർ ഞാൻ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമ്മൾ പലവട്ടവും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആരുടെ വൈശാഖി ഫെസ്റ്റിവൽ? പഞ്ചാബ് അല്ലേ, പഞ്ചാബിൻ്റെ ന്യൂ ഇയർ അല്ലേ, പഞ്ചാബ് ന്യൂ ഇയർ അല്ലെങ്കിൽ സിക്കിം ന്യൂ ഇയർ എന്നും പറയും. സോറി, സിക്കുകാരുടെ ന്യൂ ഇയർ എന്നും പറയും അല്ലേ. സിക്കുകാരുടെ ന്യൂ ഇയർ, പഞ്ചാബ് ന്യൂ ഇയർ അഥവാ സിക്ക് ന്യൂ ഇയർ അല്ലേ. സോ നമുക്കറിയാം ന്യൂ ഇയർ ഫെസ്റ്റിവൽ എല്ലാം വരുന്നത് എപ്പോഴാണ്? നമുക്ക് കേരള ന്യൂ ഇയർ ഏതാ? വിഷു അല്ലേ. ഇതെല്ലാം ഒരേ സമയത്തല്ലേ? വിഷുവും വൈശാഖിയൊക്കെ ഒരേ സമയത്തല്ലേ? ഏത് മാസം? വിഷു ആണെങ്കിൽ നമുക്കറിയാം ഓപ്ഷൻ ബി ഏപ്രിൽ. സിമ്പിൾ ചോദ്യം അല്ലേ. വൈശാഖി ഫെസ്റ്റിവൽ ഏത് മാസം? നമ്മുടെ വിഷു ഒക്കെ പറഞ്ഞ മാസം. വിഷു കേരളത്തിൻ്റെ ന്യൂ ഇയർ ആണ് വിഷു. ഏത് മാസം? ഏപ്രിൽ മന്ത്. ഓക്കെ, ദെൻ അടുത്ത ദിവസം പോയാലോ. അടുത്ത ചോദ്യം, ഡിയോമാലി ഈസ് ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ? ഏത് സംസ്ഥാനത്തെ പീക്ക് ആണ് ഡിയോമാലി പീക്ക്? സോ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ഡിയോമാലി ഒരു സ്റ്റേറ്റിലെ തന്നെ ഹയസ്റ്റ് പീക്കാണ് കേട്ടോ. ഇവിടുത്തെ ഹയസ്റ്റ് പീക്ക് എന്നറിയോ? ഓപ്ഷൻ ബി ഒഡീഷയിലെ ഏറ്റവും ഹയസ്റ്റ് പീക്കാണ് ആര്? ഈ ഡിയോമാലി. നമ്മുടെ ഈസ്റ്റേൺ ഗഡ്സിൽ വരുന്നതാണ്. പക്ഷേ ഈസ്റ്റേൺ ഗഡ്സിലെ ഹയസ്റ്റ് പീക്കല്ല. ഈസ്റ്റേൺ ഗഡ്സിലെ ഹയസ്റ്റ് പീക്ക് ആരാ? അത് ജിന്ദാഗാഡ അല്ലേ. ജിന്ദാഗാഡയും അതുപോലെ സെക്കൻഡ് ആണെങ്കിൽ മഹേന്ദ്രഗിരിയും. ഇവരാണ് ഈസ്റ്റേൺ ഗഡ്സിൽ. ഇവർ രണ്ടുപേരും എവിടെയാ? ആന്ധ്രയിലാണ് അല്ലേ, ആന്ധ്രാപ്രദേശിലെ ഹയസ്റ്റ് പീക്കുകളാണ് ജിന്ദാഗാഡയും സെക്കൻഡ് വൺ മഹേന്ദ്രഗിരിയും. ഇത് ഒഡീഷയിലെ ഹയസ്റ്റ് പീക്കാണ് ഡിയോമാലി. അതുപോലെ രാജസ്ഥാനിലെ ആരാ ഹയസ്റ്റ് പീക്ക്? രാജസ്ഥാനിലെ ഹയസ്റ്റ് പീക്ക് അത് ഗുരുഷിക്കാറാണ് അല്ലേ. നമ്മുടെ ആരാവല്ലിയിലെ പീക്ക്, ആരാവല്ലിയിലെ തന്നെ ഹയസ്റ്റ് പീക്കാണ് ആര്? ഗുരുഷിക്കാർ, രാജസ്ഥാൻ്റെ ഹയസ്റ്റ് പീക്ക്. പിന്നെ ജാർഖണ്ഡിലെ ഹയസ്റ്റ് പീക്ക് അത് പരശ്നാഥാണ്. നമ്മുടെ പരശ്നാഥ്, ചോട്ടാ നാഗ്പൂർ പ്ലേറ്റു അല്ലേ.
പരശ്നാഥ് എവിടെ ഇരിക്കുന്നത്? ഛോട്ടാ നാഗ്പൂർ പ്ലേറ്റൂല. ഛോട്ടാ നാഗ്പൂർ പ്ലേറ്റൂല തന്നെ ഹയസ്റ്റ് പീക്കാണ് ആര്? പരശ്നാഥ്. പിന്നെ മഹാരാഷ്ട്രയിലെ ഹയസ്റ്റ് പീക്ക് അത് കൽസുബായി, നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സിലാണ് അല്ലേ. നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സിൽ വരുന്ന ഒരു പീക്കാണ് കൽസുബായി. കൽസുബയാണ് മഹാരാഷ്ട്രയിലെ ഹയസ്റ്റ് പീക്ക് അല്ലേ, വെസ്റ്റേൺ ഗട്ട്സ്. ആരാ വെസ്റ്റേൺ ഗട്ട്സിലെ ഹയസ്റ്റ് പീക്കുകൾ? വെസ്റ്റേൺ ഗട്ട്സിലെ ഹയസ്റ്റ് പീക്ക് നമ്മുടെ കേരളത്തിലെ ആനമുടിയും പിന്നെ വരുന്ന മീശപ്പുലിമലയും അല്ലേ. ഇവിടുത്തെ വെസ്റ്റേൺ ഗട്ട്സിലെ ഹയസ്റ്റ് പീക്ക്, വെസ്റ്റേൺ ഗട്ട്സിലെ ഹയസ്റ്റ് പീക്ക് ആനമുടി, മീശപ്പുലിമലയും. ഇനി ആ വെസ്റ്റേൺ ഗട്ട്സിൽ മഹാരാഷ്ട്രയിൽ വരുന്ന ഹയസ്റ്റ് പീക്കാണ് ആര്? കൽസുബായി. കേട്ടോ, ഹയസ്റ്റ് പീക്ക് ഇൻ മഹാരാഷ്ട്ര ആര്? കൽസുബായി. പക്ഷേ ഏത് മലയുടെ ഭാഗം തന്നെയാണ്? വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഭാഗം തന്നെയാണ്. സോ ഇത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്റ്റേറ്റിലെ ഹയസ്റ്റ് പീക്കുകൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കുന്നതാണ് പീക്കുകൾ കേട്ടോ. സോ നമ്മളെ സാഡിൽ ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്, പെട്ടെന്ന് ഓർമ്മയിൽ വന്നുകൊണ്ട് പറഞ്ഞതാ. സാഡിൽ എവിടുത്തെ ഹയസ്റ്റ് പീക്കാ? ആൻഡമാൻ നിക്കോബാർ. ചോദിക്കുന്ന ചോദ്യം കേട്ടോ. ആൻഡമാൻ നിക്കോബാറിലെ ഹയസ്റ്റ് പീക്കാണ് ആര്? സാഡിൽ പീക്ക്, സാഡിൽ കൊടുമുടി. ഓക്കെ, സോ ഇതിൽ ഞാനൊരു 10 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മൾ 10 ക്വസ്റ്റ്യൻ്റെ സീരീസ് നമ്മളിപ്പോൾ ചെയ്യുന്നതല്ലേ. സോ ഇപ്പോഴാണ് നമ്മൾ കണ്ട 10 പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു അല്ലേ. സോ ഇതിൽ നമ്മളൊരു പുതിയ കുറച്ച് പാറ്റേണൊക്കെ കണ്ടു അല്ലേ. ക്യാപിറ്റൽ, കറൻസി കേട്ടോ, കൃത്യമായി പഠിച്ചു പോവുക. ക്യാപിറ്റൽ, കറൻസി, അതുപോലെ ഗ്രാസ് ലാൻഡ്സ്, സണ്ണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലേ. ഒഫീഷ്യൽ ലാംഗ്വേജുകൾ കേട്ടോ. ഒഫീഷ്യൽ ലാംഗ്വേജ് ഇത്രയും പഠിച്ചാൽ മതി. റൈറാറ്റാണ് ബ്രസീൽ വന്നിട്ടുള്ളത്. പിന്നെ ഇന്ത്യയുടെ മാപ്പ് കൃത്യമായി നോക്കുക. ഡാംസ് ഇൻ ഇന്ത്യ നല്ലൊരു ടോപ്പിക്കാണ് കേട്ടോ. പിന്നെ അതുപോലെ ഈ സിറ്റീസും റിവർ ബാങ്ക്സും കേട്ടോ, ഇതാണ് ഈ ടോപ്പിക് കേട്ടോ. ഇതാണെന്നറിയാമോ? റിവർ ബാങ്കുകൾ, സിറ്റീസും റിവർ ബാങ്ക്സും കേട്ടോ, നദി റിവർ ബാങ്ക്സും. അങ്ങനെ തന്നെ ഒരു സ്ട്രാറ്റജിക്കൽ ടോപ്പിക് ഉണ്ട്. നദിയും അതുപോലെ നദിയുടെ കരയിരിക്കുന്ന സിറ്റീസും കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. ഒരു വീഡിയോ ചെയ്യാം, നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് വീഡിയോസൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു സെറ്റിൽ ഞാൻ കൊണ്ടുവന്ന ടോപ്പിക്കുകൾ. സോ അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.